പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നണ വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവർ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ അതിരസകരമായൊരു വാക്കുണ്ട്, ഭയങ്കര പ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് കേൾക്കാതെ ഈ പ്രഭാഷകൻ 37 പ്രഭാഷകൻ 37:28. എല്ലാവർക്കും എല്ലാം നന്നല്ല. കേട്ടോ, എങ്ങനെയുണ്ട് പരിപാടി? എല്ലാവർക്കും എല്ലാം നല്ലതല്ല. ഇത് ബൈബിൾ ഇത് വളരെ ആപ്ലിക്കബിളായിട്ട് ഫോളോ ചെയ്യുന്ന കോമൺ പ്രിൻസിപ്പിളാണ്. ഞാനൊരു ദിവസം ഉണ്ടല്ലേ, എൻ്റെ ഒരു അടുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു ഓൾഡ് മിനിസ്റ്റർ. അപ്പം അദ്ദേഹം ഒരു മാസം കൂടുമ്പോൾ ചുമ്മാ വിസിറ്റ് വരാം. വയസ്സനായി, പണ്ട് മന്ത്രിയായിരുന്നു. ഞാൻ വകുപ്പൊന്നും പാടില്ല, അപ്പോൾ ഞങ്ങൾ പിടിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് ചുമ്മാ എന്നെ കാണാൻ വരും. അപ്പം ഞങ്ങളിടയ്ക്ക് തമ്മിലൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഗവൺമെൻറ് ലെവലിൽ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹം വീടിൻ്റെ തെക്ക് വശത്തുള്ള, അതാണ് എൻട്രൻസ്, തെക്കോട്ട് ദർശനം, വീടിൻ്റെ ആ സിറ്റ് ഔട്ട് നിന്ന് തെക്കോട്ട് ഒരു 3 സ്റ്റെപ്പിട്ട എൻട്രൻസ്. ആ എൻട്രൻസ് കെട്ടി അടക്കണം പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നെ പരിപാടിയാണെന്ന് ചോദിച്ചു. എൻ്റെ വെച്ചാൽ ഇവിടെ മുഴുവൻ രോഗമാണ്. ഭാര്യ ഇപ്പം അവിടെ രോഗമായിട്ട് കിടക്കുക. ഇപ്പം മകന് അസുഖം, എനിക്കസുഖം. അപ്പം ഇത് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിഷയത്തൊക്കെ അറിവുള്ളവർ പറഞ്ഞത്, തെക്കോട്ട് ഇറങ്ങണത് ശരിയല്ല. തെക്കോട്ട് ഇറങ്ങി എപ്പോഴും ഇങ്ങനെ ക്ഷീണവും രോഗവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് കെട്ടിയടച്ചിട്ട് കിഴക്കോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നെക്കാലത്ത് പ്രായമുള്ളതുകൊണ്ട് ഞാൻ തർക്കുത്തരത്തിലൊന്നും പോയില്ല. എന്താ വെച്ചാൽ തർക്കുത്തരത്തിലൊരു വകുപ്പോടെ ഉണ്ട്. എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ സാറ് കിഴക്കോട്ട് ഇറങ്ങിയാലും കിഴക്ക് വേറെ ആൾക്കാരുടെ വീടും മതിലൊക്കെ, അതെനിക്കറിയാം. റോഡ് തെക്കുവശത്താണ്. ഇപ്പം കിഴക്കോട്ട് ഇറങ്ങിയാലും നമ്മൾ റോഡിലോട്ട് കയറുമ്പോൾ തെക്കോട്ട് തിരിയേണ്ടി വരും. അപ്പോൾ അതെന്താ, അത് പിന്നെ തെക്കോട്ട് തിരിയണമില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായവും പിന്നെ അല്ല, ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരാളാണ് പൊതുവെ. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിൽ ഒരു വചനം വന്ന്, എന്താണെന്നറിയാമോ, ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒരു നിലപാടുണ്ട്. നിയമാവർത്തനം 18:14. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ആ തെറ്റാണ് ശരിയാണെന്നല്ല ബൈബിൾ പറയണത്. യു ആർ നോട്ട് അലൗഡ് ടു ഡൂ സോ. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതായത് നമ്മൾ ക്രിസ്തുവിനെയും ഒരു കൈ പിടിച്ച് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല.
അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഓരോ വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ എവിടെയാണ് നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ച് ദൈവദൃശ്യത്തിൽ വ്യക്തത വരുത്തണം. ഇല്ലാത്തവൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രസക്തിയില്ല. അത് വളരെ ഇങ്ങനെ ഇപ്പോൾ ഈ ദിവസങ്ങളിലേക്ക് ഞാൻ ഈ ടൈം എടുക്കാൻ കാരണം നിന്നെ അത് തെറ്റോ ശരിയാണെന്നല്ല പ്രശ്നം. അവിടെ കരുത്ത് കയറാനോ അല്ലെങ്കിൽ അവിടെ തിരുത്താനോ മേക്കട്ട് കയറാൻ ചെല്ലണം ഒരു കാര്യമില്ല. ലെറ്റ് ദം ഹാവ് ദെയർ ഫെയ്ത്ത്. പക്ഷെ നിന്നെ അതിനെ അനുവദിച്ചിട്ടില്ല. വെൻ യു റിസീവ് ദ ഫെയ്ത്ത് ഓഫ് ദി ബൈബിൾ ആൻഡ് ഇറ്റ്സ് റെവലേഷൻ, കർത്താവിൻ്റെ വെളിപാട് നീ ഫോൺ ചെല്ലുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ വചനങ്ങളാണ് നിൻ്റെ വഴികാട്ടി. അതിനെതിരെ വരുന്ന ഒരു സാധനത്തിൻ്റെ നിങ്ങൾ പോയി തലവെച്ചാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്നും തന്നെയല്ല, നീ അത് കൺഫ്യൂഷനാണ്. വിരുദ്ധാഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആൾക്കാർ പറഞ്ഞേ മീനും മോരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് ഉണ്ടാകുമെന്ന് പറയും. അത് കുറേയൊക്കെ ശരിയാണ്, വൈദ്യശാസ്ത്രപരമായിട്ട് ശരിയാണത്. അപ്പം അതുകൊണ്ട് ചുമ്മാ വിശ്വാസികളുടെ കൂട്ടത്തിൽ കുറേ വെള്ളപ്പാണ്ടുകാരുണ്ട്. അവർ വിരുദ്ധാഹാരം കഴിച്ച് വെള്ളപ്പാണ്ടാകണതാണ്. അപ്പം അതുകൊണ്ട് ബൈബിളിൻ്റെ ഈ കൃത്യമായ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു വഴി, ഞാനാണോ സത്യം, ഞാനാണ് ജീവൻ. നീ അതല്ലേ ഫോളോ ചെയ്യണത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മൾ ചിലർ പറയുകയല്ലേ, ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറെഡി ബാറ്ററി. അതിൻ്റെ കമ്പനിക്കാരെങ്ങനെ പറയണത്, അവിടെ ആ ടോർച്ചിൻ്റെ ആ പ്രകാശം സമ്പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അവരുടെ ബാറ്ററി ഉണ്ട്. അതാണ് വിഷയം. അല്ലാതെ എവറെഡി ബാറ്ററിയുടെ അകത്ത് കൊണ്ടുപോയി തോഷോ ഇടുകയോ അല്ലെങ്കിൽ റേഡിയോ ബാറ്ററി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കാരെ ഉത്തരവാദിത്വമല്ല. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഈ ഉദാഹരണത്തിനും ഉപമകൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ലിംബൻ ഡെഫ്നെസ് ഉണ്ടാവും. എങ്കിലും പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ നീ ഷാർപ്പനാവുക. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ദൈവം നിന്നോട് സത്യസന്ധത പ്രവർത്തിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും ആ വിശ്വാസത്തിൻ്റെയും കുറവ് എന്നതിൻ്റെ കാരണം അത് മാർക്ക് 11:24 നോക്കുമ്പോൾ ഈശോ പറയുന്നത്, നീ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കുക, നിനക്കത് ലഭിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നിനക്ക് ആരെങ്കിലായിട്ട് വിഷമമുണ്ടെങ്കിൽ, ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ. എന്നാലേ വിശ്വാസം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. ഇതൊരു അനുസരണയാണ്. നമ്മെല്ലാവരും വിശ്വസിക്കും, പക്ഷേ അത് പൂർണ്ണതയിൽ ഉള്ള വിശ്വാസമാണോ ഇല്ല എന്നുള്ളത് അത് ദൈവമാണ് അനലൈസ് ചെയ്യണത്. അത് അപൂർണതയിൽ ഉള്ളതിൻ്റെ കാരണം നമ്മൾ ക്ഷമിക്കാനൊക്കെ ബോധപൂർവം ബാക്കി വയ്ക്കും, ആരെയും ക്ഷമിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും അത് പൂർണ്ണതയിൽ അനുഭവം ലഭിക്കാത്തത്, അത് ശ്രദ്ധിക്കണം. അത് അവബോധമില്ലാത്തതുകൊണ്ടാണ്, ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തത്. എങ്ങനെയാണ് ക്ഷമിക്കുക? പലവർക്കും ക്ഷമിക്കാറിയില്ല. എങ്ങനെ ക്ഷമിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ക്ഷമിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ ഇരിക്കും. കാണുമ്പോൾ കൂടുതൽ ദേഷ്യവും. ക്ഷമ ചോദിച്ച് പോകാമെന്ന് പറയുമ്പോഴാണ് പലവരും പല സാഹചര്യത്തിൽ നമുക്കറിയാം. ഇന്ന് ഭർത്താവിനോട് ക്ഷമ ചോദിക്കാല്ല, ഭാര്യയോട് ക്ഷമ ചോദിക്കാല്ല, അടുത്തുള്ളവരോട് ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് നേരത്തേക്കാളും കൂടുതൽ വിരോധം ഉണ്ടാകുക, ദേഷ്യം കൂടുതൽ വരിക. ക്ഷമ ചോദിക്കാൻ പോയിട്ട് കൂടുതൽ ചീത്തയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അത് ആ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഞായറാഴ്ച ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം, നമുക്കൊരാൾ ഒരു കാറ് ഗിഫ്റ്റായിട്ട് തന്ന്, ആലോചിച്ചോ, നമുക്കൊരു കാറ് തന്നെന്ന് വെച്ചോ. കാറ് തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു 10-15 ലക്ഷം രൂപയുടെ കാറാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്ന്. നിനക്ക് വണ്ടിയില്ലല്ലോ, നീ ശരിക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളോട് കരുണ തോന്നി, അയാൾ നല്ല സമ്പത്തുള്ളവനാണ്, അയൽക്കാരനാണ്, നമുക്കൊരു വണ്ടി തന്ന്.
ഇല്ല, നമുക്ക് പരിചയമുള്ളതാണ്, അയൽക്കാരനൊന്നുമില്ല, നമുക്ക് പരിചയമുള്ളതാണ്, അയാൾക്ക് നമ്മളറിയാം. അപ്പോൾ നമ്മൾ വന്നിട്ട് പറയുക, ഞാൻ കുറച്ച് പേർക്ക് കാറ് കൊടുക്കാമെന്ന് വിചാരിച്ച് നിനക്ക് തരുകയാണ്. നമ്മൾ കാറും ഡ്രൈവ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും സിഗ്നലിൽ അമ്മ മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു പയ്യൻ വന്നിട്ട് കാറ് ബാക്കിൽ കൊണ്ടുവന്ന് അടിച്ച്, അവൻ റോങ് സൈഡിൽ കൂടി വന്നിട്ട് അടിച്ച്, എന്നിട്ട് നിർത്താതെ അങ്ങോട്ട് പോയി. നിർത്താതെ പോയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ എന്ത് ചെയ്യും? നമ്മൾ കാറടിച്ച് പൊട്ടിച്ചിരിക്കുക, ആ ലൈറ്റൊക്കെ പൊളിച്ച് അമ്മ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് വേറെ ബൈക്ക് എടുത്ത്, അല്ലെങ്കിൽ അവനെ പിന്തുടർന്ന് പോയിട്ട് ബാക്കിൽ പോയിട്ട് അവനെ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ ചെയ്യും. അതാണ് ഈ ദേഷ്യം, ആ മുറിവ് ഹൃദയത്തിലുള്ളത്. പക്ഷേ അമ്മ അവനെ പിന്തുടർന്ന് പോയി അവനെങ്ങനെ പിടിച്ചു നിർത്തുമ്പോഴത്തേക്കും ഒരാൾ ഓടി വന്ന് എൻ്റെ മകനാണെന്ന് പറഞ്ഞ്, ആ ആളാണ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവനാണ് നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് ഈ കാറ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുവാ? ദേഷ്യം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? അവൻ തെറ്റ് ചെയ്താലും നമ്മൾ പറയും അവൻ അറിയാതെ ചെയ്തു പോയതാണ്, അവനോട് ക്ഷമിക്കണം. അതിനല്ലേ പറയുള്ളൂ, നമുക്ക് ഫ്രീ ഗിഫ്റ്റാണ് ഈ ജീവിതം, നമുക്ക് ദൈവം തന്ന ദാനമാണ്, ഫ്രീ ആയിട്ടുള്ള ദാനമാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ഓടി വരും. നമ്മൾ അവനോട് ദേഷ്യപ്പെടുമ്പോഴോ തെല്ലാൻ പോകുമ്പോഴോ ചീത്ത വിളിക്കുമ്പോഴോ നിങ്ങളെ ഭാര്യയെ പറയുമ്പോഴോ ഭർത്താവിനെ പറയുമ്പോഴോ അയൽക്കാരെ പറയുമ്പോഴോ ദൈവം ഓടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ദൈവത്തെ കണ്ടിട്ട് ഇത് ദൈവത്തിൻ്റെ മകനാണല്ലോ, ഞാൻ എന്തിനാ അവൻ എന്നെ ദ്രോഹിച്ചതോ അത് എൻ്റെ ഇല്ല, എനിക്ക് നഷ്ടം വരുത്തിയതൊന്നും എൻ്റെ ഇല്ല. ചിലവർ എൻ്റെ സമ്പത്ത് പറ്റിച്ചിട്ടുണ്ടാകാം, ഇല്ല അതിർത്തി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകാം, ഇല്ല നമ്മളുടെ കുറച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. നമ്മളെ അഭിമാനമൊന്നും നമ്മളുടെ ഇല്ല, ഇതെല്ലാം നമുക്ക് ദൈവം തന്ന ദാനമാണ്. ദൈവം തന്ന ദാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളുടെ ഇല്ല, അത് ദൈവത്തിനാണ് ബാധിക്കുന്നത്. ആ ഒരു ബന്ധം കീപ്പ് ചെയ്യണം. ഞാൻ ഈ കാറിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ ദൈവം അവിടെ നിൽക്കുകയാണ്, ഇതെൻ്റെ മകനാ ചെയ്തത്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ ധരിച്ചപ്പോൾ ഈശോ കുരിശിൽ വെച്ച് പറഞ്ഞത്, പിതാവേ അവരോട് ക്ഷമിക്കണേ, അവരെന്ത് ചെയ്യുന്നെന്ന് അവരറിയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്താൽ ഇത് ദൈവം അറിയാതെ സംഭവിക്കില്ല. ദൈവം അറിഞ്ഞുകൊണ്ട് അത് അനുവദിച്ച് തന്നത് എന്താ? അപ്പോൾ നമ്മളെ കാറ് റിപ്പയറായി കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് ദാനമായിട്ട് തന്ന ആളോട് പറയുകയാണ് അത് അവൻ അറിയാതെ ചെയ്തു പോയെന്ന്. അയാളത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിനേക്കാളും നല്ലതൊരെണ്ണം തരും. അന്ന് കാറ് മുട്ടിയത് കൊണ്ട് അയാൾ എന്ത് ചെയ്യോ, ഇയാളെൻ്റെ മകനെ ക്ഷമിച്ചല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരുന്നത് 15 ലക്ഷമാണെങ്കിൽ അതൊരു 10-25 ലക്ഷത്തിൻ്റെ വേറെ പുതിയ കാറ് നമുക്ക് തരും. അതുകൊണ്ടാണ് സംഭവിക്കുന്നതല്ല, നമ്മളത് നന്മയ്ക്കായി ദൈവം മാറ്റും. ദൈവം ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവസ്നേഹമാണ്. ദൈവത്തെ നീ തിരിച്ചറിയണം. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പിന്നെ നമുക്കൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ മറക്കും ദൈവത്തിനെ. ഇത് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, ചിലപ്പോൾ എൻ്റെ തെറ്റുകൊണ്ട് വന്നാൽ, എൻ്റെ പാവം കൊണ്ട് വന്നാൽ, ഇല്ല അയാൾ എന്നെ ദ്രോഹിച്ചതാണ്, അങ്ങനെ അതൊരു തടസ്സമായിട്ട് നിൽക്കും. നമ്മളെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ വരും. അപ്പോൾ വിശ്വാസം പൂർണ്ണതയിലായിരിക്കണം, അനുസരണ പൂർണ്ണതയിലായിരിക്കണം, പ്രാർത്ഥന പൂർണ്ണതയിലായിരിക്കണം, നമ്മളെ സന്തോഷം പൂർണ്ണതയിലായിരിക്കണം. അപ്പോൾ ഇത് നമ്മിതെല്ലാം ചെയ്യും, പക്ഷെ അത് പൂർണ്ണതയിലാണെന്നറിയില്ല. എവിടെയോ കുറവുണ്ട്, ജീവിതത്തിലെല്ലാം കുറവുണ്ട്. ക്ഷമിക്കാൻ കുറവുണ്ട്, പ്രാർത്ഥിക്കാൻ കുറവുണ്ട്, സ്നേഹിക്കാൻ കുറവുണ്ട്, ജീവിതം ആസ്വദിക്കാനും കുറവുണ്ട്. എപ്പോഴും എന്തിനാ
ജീവിക്കണം എന്നറിയില്ല. കാലത്തെ ആവണോ, റുട്ടീനായിട്ട് ഇങ്ങനെ പോകണം, ഒന്നിലും ഒരു സന്തോഷമില്ലായ്മ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 13:10. പൂർണ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപൂർണതയെല്ലാം വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഫോർമുല. നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണതയെ കൊണ്ടുവരണം. അപ്പോൾ അപൂർണത വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ദൈവം കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. ഇല്ലാതെ ഇത് ഒരു നിയോഗം പോലെ അങ്ങനെ ചെയ്തു പോകരുത്. ഇത് എല്ലാവരും ചെയ്യണം. ഈ ചിലവർ മെഴുകുതിരി കത്തിക്കില്ല. 9 ആഴ്ച മെഴുകുതിരി കത്തിച്ചാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതെന്താ? മെഴുകുതിരി കുറേ കത്തും. അത് മെഴുകുതിരി കത്തിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും. പക്ഷെ ബന്ധം ഉണ്ടാവില്ല ദൈവമായിട്ട്. അപ്പോൾ അങ്ങനെയാകരുത്. ഇത് ദൈവവചന അനുസരണയാണ്. നമ്മൾ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ പരിപൂർണതയിൽ ജീവിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ മാറും, മൊത്തം മാറും. ഇപ്പോൾ ജീവിക്കുന്ന ജീവിതമില്ല, നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മൊത്തം മാറും. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുക, എനിക്ക് ഈ ജീവിതം ജീവിക്കുന്നുല്ലേ. ഇതെങ്ങനെയാ? 5-ാം അധ്യായം 8-9 5-ാം അധ്യായം 8-9. അത് ദൈവപുത്രനായിട്ട് പോലും ദൈവം സഹനം വഴി അനുസരണ പഠിപ്പിച്ച ഈശോയ്ക്ക് സഹനം വഴി പഠിച്ചത് എന്താണ്? സഹനം കിട്ടിയപ്പോൾ അനുസരണയായിരുന്നു അതിലിരുന്ന് കിട്ടിയത്. അനുസരണ ഉണ്ടെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തും. അതാണ് ഹെബ്രിയ 5:9 പറയണത്. ദൈവപുത്രനായിട്ട് പോലും സഹനം വഴി അനുസരണ പഠിച്ച. നമുക്ക് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു സഹനം വന്നാൽ അത് ദൈവവചന അനുസരിക്കാൻ ദൈവം തരുന്ന ഒരു അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ സഹനം വന്നു കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് കരയാനുള്ളതില്ല. അപ്പോൾ നോക്കണം, നമുക്ക് ആരെങ്കിലും ക്ഷമിക്കാനുണ്ട്. ദൈവം നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമയോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറഞ്ഞിരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എങ്ങനെയാണ്? കരഞ്ഞുകൊണ്ടില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം ശക്തനാണ്, എല്ലാം സാധ്യമാണ്. അത് പറയാൻ സാധിക്കണം, പിറുപിറുക്കുകയില്ല ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സഹനം ദൈവവചനം അനുസരിക്കാനേ തരണം. അത് നിയമവർത്തനം 8-ാം അധ്യായം 2 ഇസ്രായേൽ ജനങ്ങളെ ദൈവം മരുഭൂമി കൂടി അയച്ചത്. ദൈവം പറയുകയാണ്, ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മരുഭൂമി ജീവിതം എന്ന് വെച്ചാൽ സഹനത്തിലേക്ക് കൂടി കടന്ന് അവർ പോയത്. ഞാൻ അനുവദിച്ചത് അവർ എൻ്റെ വചന അനുസരിക്കുക ഇല്ല എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുസരണയ്ക്ക് വേണ്ടിയിട്ടാണ് സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന. ഇതൊരു ബോധ്യം വേണം. അപ്പോൾ ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നു കഴിഞ്ഞാൽ അതെല്ലാം സഹനമാണ്. അതിൽ പേടിക്കരുത്. അപ്പോൾ വിചാരിക്കണം, എന്നെ അനുസരണയിലേക്ക് ദൈവം വിളിക്കുകയാണ്, ദൈവവചനം അനുസരിക്കാൻ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുസരണ വഴി നമ്മളെ ജീവിതത്തിലേക്ക് പൂർണ്ണത വരും. ഹെബ്രിയ 5:9 അതാണ്. ഈശോ അനുസരിച്ചുകൊണ്ടാണ് പൂർണ്ണനായത്. അത് ദൈവം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെങ്ങനെയാ വരിക? അനുസരണ ഇല്ലെങ്കിൽ, അനുസരണ മാത്രം നമുക്ക് വെറുതെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുക, ഇതേ ദൈവവചനം അനുസരിക്കുക. ആരെങ്കിലും നിന്നെ ചീത്ത വിളിച്ചാലോ നിന്നെ ദ്രോഹിച്ചാലോ അവർക്ക് വേണ്ടി റോമ 12:14 പറയുന്ന ദൈവവചനം എന്താ പറയുന്നത്? നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുന്നു. അത് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് കൃപ വേണം. കൃപ വേണമെന്നുള്ളത് കൊണ്ട് അനുസരണയ്ക്ക് കൃപ വേണം. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് അനുസരിക്കാൻ ദൈവം അനുഗ്രഹിച്ചാൽ പോരെ? ഇല്ല, കൃപ വേണം. കൃപ കിട്ടുന്നത് സഹനം വഴി മാത്രമാണ്. അത് 2 കൊരിന്ത്യർ 12:9-10. അപ്പോൾ സഹനം ഉണ്ടായിരിക്കണം.
സഹനം നമ്മുടെ നന്മയ്ക്കാണ്, അത് മനസ്സിലാക്കണം. എന്താണെന്നാൽ 2 കൊറിന്ത്യർ 12:9-10 പറയുന്നത്, നിൻ്റെ സഹനത്തിൽ, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ കൃപ അധികമായിരിക്കും. അപ്പോൾ സഹനം തന്നത് ദൈവനാമത്തിലെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൃപ കിട്ടും. ആ കൃപ വഴിയാണ് നമുക്ക് അനുസരിക്കാൻ സാധിക്കുക. ദൈവവചനം അനുസരിക്കണമെങ്കിൽ സാധാരണയായിട്ട് സാധിക്കില്ല, വെറുതെ കിട്ടില്ല. നമ്മൾ പിറുപിറുക്കാതെ ഒരു സഹനം വരുമ്പോൾ നന്ദി പറയണം ആദ്യം. ദൈവമേ, ഇത് എന്നെ അനുസരണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തന്നത്, ഇത് നീ അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്തു തന്നെ ആയിക്കോട്ടെ, എത്ര വലിയ നഷ്ടമായിക്കോട്ടെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് തോന്നാൻ ഇനി ജീവിക്കാൻ സാധിക്കില്ല, അതുപോലത്തെ ഒരു സഹനമാണ് വന്നിരിക്കണമെങ്കിലും നിങ്ങൾ നന്ദി പറഞ്ഞ് ഏറ്റെടുക്കണം, പിറുപിറുക്കാതെ കാത്തിരിക്കണം. ഇങ്ങനെ